തലേദിവസം തന്നെ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ, നീ കാലത്ത് തന്നെ വന്നോളൂ എന്ന്. ഞാൻ പക്ഷേ എനിക്ക് ഇത്തിരി വൈകി. എന്താണെന്ന് വെച്ചാൽ നല്ല കഫക്കെട്ടും ചുമയൊക്കെ അല്ലേ, അപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ട് എണീക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ കാലത്തൊരു 9 മണി 9:30 ആകുമ്പോൾ വീട്ടിലെത്തി. വരുമ്പോൾ ഞങ്ങൾ കാപ്പിയും ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കഴിച്ചത്, ഞാനും വിജേഷേട്ടനും. പിന്നെ കുട്ടികൾ ഇവിടെ നിന്നു. എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്ന വശം വേഗം എനിക്ക് 2 ദോശയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ അനിയൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വേഗം സബോളയൊക്കെ അരിഞ്ഞു കൊടുത്തു സർലാസ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വേഗം പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ തൊലിയൊക്കെ അവൻ ചെത്തി തന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂടിയൊക്കെ തുറന്നു. അപ്പോൾ നല്ലൊരു മണമായിരുന്നു, നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. പക്ഷേ എന്താ പറയുക, കാണാനും എല്ലാം കുറേ പൈനാപ്പിളും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ഇളക്കിയെടുത്തു. നല്ല വലിയ അരിയുടെ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇളക്കിയെടുത്തപ്പോൾ വാവിച്ചി പറയായിരുന്നു മാമ എനിക്ക് കോഴിക്കാല് തരണമെന്ന്. അപ്പോൾ പറഞ്ഞു ഇതിൽ 2-3 എണ്ണം ഉണ്ട്, നീ എടുത്തോ, മണിക്കൂട്ടനും എടുത്ത് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇളക്കിയൊക്കെ എടുത്ത് നല്ല സെറ്റാക്കി അടിയിലത്തെ ചിക്കൻ്റെ ഇതൊക്കെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് ഇട്ട് നല്ലതാക്കി. എന്നിട്ട് അതൊക്കെ ഇളക്കി മറിച്ചതിന് ശേഷം വേഗം ഒരു പാത്രത്തിലേക്ക് എടുത്തു. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഞാൻ അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോഴേക്കും അതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും അവൻ അതൊക്കെ തുറന്ന് അതിൻ്റെ അടിയിൽ നിന്ന് ചിക്കനും കാര്യങ്ങളും പിന്നെ ചോറൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ടു. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ.